പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ വന്നത് ചില സംശയം തീർക്കാനും എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ സഭകളെക്കുറിച്ച് പറയാനുമായിട്ടാണ്. സഹോദരങ്ങളെ, ലോകത്തിൽ ഇതുപോലൊരു ഗ്രന്ഥം വേറെയില്ല. വിശുദ്ധ ബൈബിൾ, അതായത് വേറെ ഏത് മതത്തിൽ നോക്കിയാലും ലോകാരംഭത്തെക്കുറിച്ചോ അത് കഴിഞ്ഞ് ലോകത്തിൽ എന്തൊക്കെ നടന്നു എന്നും ഇപ്പോൾ എന്ത് നടക്കുമെന്നും അടുത്ത കാലങ്ങളിൽ എന്ത് നടക്കുമെന്നും 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരുടെ ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വാ. വേണ്ട. എന്നാൽ ഇന്ന് കേരളത്തിലുള്ളതുപോലെ ക്രിസ്തീയ സഭ വിഭാഗങ്ങൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്തുമില്ല. എനിക്കൊരു സഭ സ്ഥാപിക്കണമെങ്കിൽ ഒരു പ്രയാസവുമില്ല. ഒരു പേരെടുത്തിട്ടേക്ക് ഞാൻ സ്ഥാപക നേതാവും ഭാര്യ പ്രവാചകയുമായി മാറിയാൽ മതി. അവിടെ ഉടനെ തന്നെ നമുക്ക് സഭയായി. എന്നാൽ എന്തുകൊണ്ട് ഇതൊക്കെ വളരുന്നു? നല്ല വക്രബുദ്ധിക്കാരായ മനുഷ്യർ അവർ സാധാരണക്കാരെ വഞ്ചിക്കാനെ എങ്ങനെ വഞ്ചിക്കണമെന്നറിയാം. അതായത് ബൈബിൾ എടുക്കേണ്ട ആവശ്യമില്ല അവരെ ഇപ്പം തന്നെ നമ്മൾ പല സ്റ്റേജുകളിൽ കാണാം. നിങ്ങൾക്ക് അത് സംഭവിച്ചോ, ഇത് സംഭവിച്ചോ, അതൊക്കെ ഇപ്പം മാറ്റിത്തരാൻ വേണ്ട. അതൊന്നും അല്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ ശരിയായിട്ട് യേശുവിൻ്റെ വാക്കുകൾ നമ്മൾ ബൈബിളിൽ കൂടെ വായിച്ചറിയണം. എന്നാൽ ഇന്നത്തെ പാവം പിടിച്ച ജനങ്ങൾക്ക് അവർക്ക് അറിവില്ല. അവരുടെ അടുത്ത് ചെന്ന് കത്തോലിക്ക സഭ ന്യായീകരിക്കാൻ നോക്കരുത്. കുണം പിടിക്കാത്തവന്മാർ എന്തൊക്കെ കന്യാസ്ത്രീകളെ കൊണ്ട് പഠിപ്പിക്കാൻ അവിടെ കൊണ്ടുവിടുന്നു, ഇവിടെ വിടുന്നു. നിങ്ങൾ വടക്കേന്ത്യ നടക്കുന്ന പ്രശ്നങ്ങൾ നിൻ്റെയൊക്കെ കൊടതായികൾ കൂടുതലാണ്. എനിക്കറിയാം നിങ്ങളുടെ സഭയിൽ നടക്കുന്ന കാര്യം. കാരണം ഞാൻ 4 വർഷം കന്യാസ്ത്രീ മഠത്തിൽ ജോലി ഫ്രീ ആയിട്ട് ചെയ്തവനാണ്. അതുകൊണ്ട് എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ ജോലി ചെയ്ത കന്യാസ്ത്രീ മഠത്തിൽ തന്നെ അവരുടെ കത്തോലിക്ക സഭയിൽ നിന്ന് പാവം പഠിച്ച വീട്ടിലെ പെങ്കൊച്ചിനെ കൊണ്ട് ജോലിക്ക്, അടുക്കള ജോലിക്ക് നിർത്തി. പിന്നെ ഒരു കാര്യമുണ്ട്, അവരെ പിന്നെ കൂട്ടത്തങ്ങ് വിടും പിന്നോടിയിൽ. അത്രേ ഉള്ളൂ. അങ്ങനൊന്നുമല്ല. ബിഷപ്പ് ഫ്രാങ്കോ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ വരുമ്പോൾ എനിക്ക് അവിടെ താമസിക്കാൻ സൗകര്യം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ സ്ഥാപനം ഉണ്ടാക്കാൻ കാശ് മുടക്കിയതെന്നൊക്കെ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ നല്ല കാര്യം. ഫ്രാങ്കോയെ അങ്ങോട്ട് കേസുണ്ടായി, പുള്ളി കേസിൽ നിന്ന് വിമുക്തനായി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തെ കന്യാസ്ത്രീകൾ പൂച്ചെണ്ടുമായിട്ട് സ്വീകരിച്ചത്. കാരണം ഞങ്ങൾക്ക് വേണ്ടുന്ന ഇനിയും പുള്ളി തരുമല്ലോ. അവർക്കെല്ലാം ഇഷ്ടമാണ്, ഒന്നുമില്ലാത്തവരല്ല. എന്നാൽ കത്തോലിക്ക സഭയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം പറഞ്ഞാൽ തീരത്തില്ല. ആകെ ഒന്നോ രണ്ടോ വൈദികരെ കത്തോലിക്ക സഭയിൽ മരിച്ചതായി കണ്ടിട്ടുള്ളൂ. 2-3 വർഷത്തിന് മുമ്പ് ഒരു കത്തോലിക്ക പുരോഹിതൻ തൻ്റെ താമസ സ്ഥലത്ത് അടുത്തുള്ള കിണറ്റിൽ കൈയും കാലും കെട്ടി മരിച്ചു കിടന്നു. അതേ ഒരു സംഭവം എനിക്കറിയത്തുള്ള ഒരു പുരോഹിതൻ മരിച്ചതായിട്ട്. പിന്നെ കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ മരിക്കുമ്പോൾ അത് അവർക്ക്
മെൻ്റൽ ഡിപ്രഷന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന മറ്റതൊക്കെ പറയും. അതൊക്കെ പോട്ടെ, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നാൽ നമ്മൾ ഈ ഏതെങ്കിലും ഒരു സഭ സത്യസന്ധമായിട്ട് ക്രിസ്തുവിൻ്റെ വാക്കുകൾ ക്രിസ്തു പറഞ്ഞതനുസരിച്ച് ഏതെങ്കിലും സഭയുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഓർത്തോ സഭ തന്നെ എല്ലാ സഭകളും അവരുടേതായ ആചാരങ്ങൾ അവിടെ വരുന്ന വിശ്വാസികളെ അവരെ അടിച്ചേൽപ്പിച്ച് അടിമകളാക്കിക്കൊണ്ടിരിക്കുന്നു. ഓർത്തോ സഭ തന്നെ. ഞാൻ ഈയിടെ ഒരു പഠിപ്പുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചു, ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അതായത് ജന്മപ്പെരുന്നാളിൻ്റെ രാത്രി ശുശ്രൂഷയുടെ മധ്യത്തിൽ ശുശ്രൂഷ അവിടെ നിർത്തിവെച്ച് ഇവരെ വിശ്വാസികൾ മെഴുകുതിരി കത്തിച്ച് അങ്ങ് പടിഞ്ഞാറ് വരണം ദേവാലയത്തിന് പടിഞ്ഞാറ് എന്തുവാ അഗ്നിജ്വാല ശുശ്രൂഷ, കൂർത്തോല കത്തിക്കുക. എനിക്കറിയത്തില്ല അതിനെന്തുവാ. ദൈവത്തിൻ്റെ ജന്മത്തെക്കാൾ കൂടുതൽ ഈ ശുശ്രൂഷയ്ക്ക് എന്താ പ്രാധാന്യമുള്ളത്? ദൈവത്തിൻ്റെ ജന്മപ്പെരുന്നാൾ ആഘോഷിക്കുന്ന അതിൻ്റെ ശുശ്രൂഷ നടക്കുന്നതിൻ്റെ മധ്യത്തിൽ നടത്തേണ്ട കാര്യം എന്തുവാ? അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം എന്താണെന്നൊക്കെ ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഇനിയും പറയുന്നില്ല. പക്ഷേ ഇതാരുടെ കുഴപ്പമാണ്? രോഗിച്ചതും വൈദ്യൻ വെച്ചതും പാല് വിശ്വാസികൾക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ട്രെയിനിങ്ങാണ് ഓർത്തോ സഭ പുരോഹിത വർഗങ്ങളാ കൊടുത്തിരിക്കുന്നത്. അവർ സെമിനാരിയിൽ ഏതെങ്കിലും ഒരു സെമിനാരിയിൽ പഠിച്ച വിദ്യാർത്ഥി, അച്ചപ്പെട്ടതിൽ പഠിച്ച വിദ്യാർത്ഥി ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവർ രാവിലെ ഏറ്റവും കഞ്ഞിയും പയറും എന്ന് പറഞ്ഞ് ഗുണ അടിച്ചിട്ട് അവിടെ സന്ധ്യാപ്രാർത്ഥന, മറ്റേ പ്രാർത്ഥന, അതിന് എന്തുവാ റിഹേഴ്സലാ. ഇവിടെ അച്ചപ്പെട്ട കിട്ടിയാൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ വേണമെന്നുള്ള റിഹേഴ്സൽ അവിടെ നടക്കുന്നത്. അല്ല ഒരു പുല്ലും നടക്കുന്നില്ല അവിടെ. ഇവനൊക്കെ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ പരിഷ്കാരങ്ങൾ, അതായത് ആചാരങ്ങൾ. ഞാൻ ഒരു മനുഷ്യരോട് ചോദിച്ചു, വലിയ പഠിപ്പുള്ള മനുഷ്യരോട് ചോദിച്ചു, ഈ കൊടി ഉയർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു മരിച്ച വീടിൻ്റെ മുന്നിൽ ഒരു തൂണയിലോ മതിലോ ഒരു കറുത്ത കൊടി വയ്ക്കും. അതിൻ്റെ ഉദ്ദേശം അവിടെ എന്തോ സംഭവിച്ചു ദുഃഖമായിട്ട്. അതുപോലെ ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒരു കൊടിമരത്തിൽ ഒരു കൊടി ഉയർത്തുന്നതിന് അവിടെ എന്തോ വിശേഷമുണ്ട്. അല്ല എന്തുവാ? ആ കോടിമരത്തിൻ്റെ ചൂട്ടിൽ കുറ്റി വീശി കുളം പിടിക്കാത്തവന്മാരെ അവിടെ വിശ്വാസികൾ കോടിമരത്തെ നോക്കി കുരിശ് വെച്ച് പ്രാർത്ഥിക്കും. കാരണം മെത്രാനും പുരോഹിതന്മാരും എല്ലാം അംശവസ്ത്രം ധരിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക കുരിശ് വരച്ചുകൊണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക് കുരിശ് വരയ്ക്കാതിരിക്കും. അവർക്കെന്തറിയാം? ഈ വിശ്വാസികൾ, ഞാൻ പറഞ്ഞല്ലോ, നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. നിങ്ങളെ ഈ പുരോഹിത വർഗം അനുഭവിപ്പിക്കും. പേടിക്കണ്ട, ചിന്തിക്കണ്ട. അവരുടെ പോക്കറ്റ് വഴി പറയുന്നു ഇപ്പോൾ മനസ്സിലായപ്പോൾ അവർ ഓരോ അടവുകൾ എടുത്തുകൊണ്ട് വരിക. പുരോഹിത വർഗം എന്തോ ഒരു വർഷത്തെ ആഘോഷം ഓരോ ഇത് എന്തുവാ? അത് ഞാൻ പറഞ്ഞത് പുത്തരിക്കായ കൊച്ചുതിരുമേനിയുടെ 75ാം വാർഷികം, അതായത് മരിച്ചതിൻ്റെ അതിൻ്റെ ഒരു വർഷത്തെ ഒരു പ്രോഗ്രാമാണ് ഉള്ളത്. എന്തോ അവിടെ നടക്കുന്നേ? ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് നിങ്ങൾ പറയുന്നതല്ല, അവിടെ എന്തോ നടക്കും? നടക്കുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു പുരോഹിതൻ ഒരു ദേവാലയത്തിൽ ഒരു ശുശ്രൂഷയ്ക്ക് വരുന്നതിന് 10 മിനിറ്റ് ആ ദേവാലയത്തിൽ കയറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ?
കഴിയത്തില്ല. കാരണം അവർക്കറിയാം ദൈവം അവിടെ ഇല്ലെന്ന്. എന്തുകൊണ്ടാണ്? എല്ലാവിധ മ്ലേച്ഛതകളും പ്രവർത്തിച്ചിട്ടാണ് ഈ പുരോഹിതൻ ആ ത്രോണോസിൽ കയറുന്നത് കുർബാന അർപ്പിക്കാനായിട്ട്. അവിടെ ദൈവം വസിക്കുമോ? ഇല്ല. അപ്പോൾ പിന്നെ അവർക്ക് പേടിച്ചിരിക്കാനില്ലല്ലോ. ഇതൊക്കെയാണ് പുരോഹിതർക്ക്. എന്നാൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വിഡ്ഢികൾ. അവർക്ക് ബൈബിൾ വായിക്കണ്ട, ഇവർ പറയുന്ന വേദവാക്യമാണ്. അത് കേട്ടിട്ട് അവരതിന് തക്കതായിട്ട് അത് തുള്ളിക്കോളും. തുള്ളിക്കൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ തന്നെ അനുഭവിക്കും. എന്നെ ചീച്ചു വിളിക്കാൻ വരുന്നതിനോട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. മക്കളെ, ഞാൻ എന്നെ അച്ചപ്പെട്ടത് തന്ന കുളം പിടിക്കാത്തവന്മാരെ. പക്ഷേ ഞാൻ പോയില്ല. 6 വർഷം ദേവാലയത്തിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 എന്ന് കപ്പ്യാരുടെ കൂടെ, കപ്പ്യാരെന്ന് ഞാൻ വിളിക്കുന്നത് കാരണം ദേവാലയത്തിൽ ശമ്പളം മേടിക്കുന്നവനാ. കപ്പ്യാരുടെ കൂടെ കുർബാന അപ്പം വരെ ഉണ്ടാക്കിയ മനുഷ്യനാണ് ഞാൻ. എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ ആരും വരരുത്. ഞാൻ എന്തുകൊണ്ട് അച്ചപ്പെട്ടതിന് പോയില്ല? ആത്മാർത്ഥതയും വിശ്വാസതയും ഒക്കെ എന്നിലുണ്ടാവും. പക്ഷേ എന്നിൽ വിശുദ്ധി ഉണ്ടാകത്തില്ല. എൻ്റെ ദൈവിക വേലയിൽ എനിക്ക് വിശുദ്ധിയാണ് പ്രധാനം. ആ തെന്നിൽ നിന്നുണ്ടാകത്തില്ല ഒരു ബോധ്യം വന്നുകൊണ്ട് ഞാൻ പോയില്ല. അതുകൊണ്ട് എന്നെ വിദ്യാക്കുന്ന ഏതെങ്കിലും പുരോഹിതനോ മെത്രാനോ നീയൊക്കെ എന്തിൻ്റെ ഡോക്ടറേറ്റ് എടുത്താലും വന്നാലും നീ ഒന്നും എൻ്റെ അടുത്തൊന്നും പറയാനൊക്കത്തില്ല. പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരേണ്ടി വരും. അതിന് ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ വിശ്വാസികൾക്ക്, കാരണം അല്പക്കാരൻ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് പറഞ്ഞ പോലെ 10 പൈസ കിട്ടുമ്പോൾ ഞാൻ വെറുതെ എന്നെ കവിഞ്ഞാരുമില്ല. അപ്പോൾ ഉടനെ അപ്പൻ്റെ കുർബാന 3 പേരല്ല 10 പേർ കുർബാന വേണേലും നടത്തും. മെത്രാനെ വരെ വരുത്തും. എന്തുവാ കാണുന്നൊരു അച്ചായന് തൻ്റെ അപ്പൻ്റെ കുർബാന ഇത്ര ഭംഗിയായി നടത്തില്ലോ. എന്തുവാ? ആ ശവക്കല്ലറയിലൊന്നുമില്ല, പൊടി പോലുമില്ല. ആ കൽക്കട്ടിൻ്റെ ചുറ്റും ധൂവക്കുറ്റി വീശിയുകൊണ്ട് എന്തുവാ ആ ശവശരീരം മണ്ണോട് ചേർന്നു. ആത്മാവ് അവിടെ ഇല്ല. ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇനിയും പുത്തകായി കൊച്ചു തിരുമേനി മരിച്ചു. കൊച്ചു തിരുമേനിയെ പുത്തകായി പള്ളിയുടെ ഇടത്ത് വശത്ത്, മദ്ബായുടെ ഇടത്ത് വശത്ത് കവറിൽ ഇരുത്തി. അവരുടെ ശരീരം അഴുകുന്നില്ല. കാരണം കുന്തിരുക്കോ എല്ലാം ഇട്ടുകൊണ്ടാണ് അവരെ അടക്കുന്നത്. അപ്പോൾ ആ ശരീരം അവിടെ ഉണങ്ങി ചൊക്കിച്ച് അവിടെ ഇപ്പോഴും നശിച്ചു പോകാതെ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നാലും തിരുമേനിയുടെ ആത്മാവിന് അവിടെ ഇരിക്കാനൊക്കത്തില്ല. കാരണം അശുദ്ധിയായിടത്ത് വിശുദ്ധന്മാരിക്കത്തില്ല. അതിനാണ് പറഞ്ഞ് നിന്റെ ഹൃദയം ദേവാലയമാണ്, എൻ്റെ ദേവാലയത്തെ എൻ്റെ ദേവാലയത്തെ നശിപ്പിക്കുന്നതിനെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയം ദേവാലയമാണ്, ദൈവത്തിൽ വസിക്കാനുള്ളതാണ്. ആ തിരുമേനിക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് അവിടെ തിരുമേനിക്കേണ്ട ആത്മാവിന് ഇരിക്കാനൊക്കത്തില്ല. ദൈവവും സർവ്വവ്യാപിയാണ്, ഒരു മനുഷ്യനും കാണാനൊക്കത്തില്ല. എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് എനിക്ക് പോലും അറിയാനൊക്കത്തില്ല. പക്ഷെങ്കിൽ എങ്ങനെ എനിക്ക് മനസ്സിലാകാൻ കാര്യം? അതായത് എന്നെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് നയിക്കുന്നത് ഞാനത് കാണുകയും മനസ്സിലാക്കിക്കൊണ്ട് അത് എനിക്ക് അറിയാൻ സാധിക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഏതായാലും കൊള്ളാം. മക്കളെ, സഭയുടെ ഓർത്തഡോക്സ് സഭയുടെ പഠിപ്പുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ ആചാരങ്ങളാണ് വേണ്ടിയത്. എന്തിൻ്റെ ആചാരമാടാ?
പുരോഹിതവർഗങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഓരോരോ ആചാരങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ ദിവസവും. അത് ദൈവം പറഞ്ഞതാണോ? ബൈബിൾ അനുസരിച്ച് ബൈബിളിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. എല്ലാ കള്ളന്മാരും ഇപ്പം 4 മെത്രാന്മാരെ വാഴിക്കാൻ വന്നു, ഇടയന്മാർ കുറവായതുകൊണ്ട്. കാരണം അത് നല്ല കാര്യമാണ്. അവരെ ഇപ്പം കാതോലിക്കായിരിക്കുന്ന കൊലപാതക കേസിൽ 1ാമത്തെ പ്രതിയാണ് അവൻ. 4 മെത്രാന്മാരെ വാഴിക്കുമ്പോൾ നാളെ അവന് സപ്പോർട്ടായിട്ട്, ഈ കള്ളന് വേണ്ടി സപ്പോർട്ടായിട്ട് അവർ നിൽക്കും. ഈ രാഷ്ട്രീയക്കാരെക്കാൾ അപ്പുറമായി മതങ്ങളുടെ കാര്യം. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ഈ ഓർത്തഡോക്സ് സഭയിലെ മെത്രാന്മാരോടും പുരോഹിതന്മാരോടും ചോദിക്കും, നിങ്ങൾ 10 കൽപ്പനയുടെ ഒരു കാര്യമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരാളോട് എന്തെങ്കിലും വൈരാഗ്യവും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ വഴിപാട് അർപ്പിക്കാൻ പോകുന്നുവെങ്കിൽ ആ വഴിപാട് അവിടെ വെച്ചിട്ട് നീ പോയി ആ മനുഷ്യമായിട്ട് രമ്യതപ്പെടാൻ പറയുന്നുണ്ട്. കുളം പിടിക്കാത്ത ഓർത്തഡോക്സ് സഭയിലെ കള്ള പുരോഹിത വർഗമേ, നിങ്ങൾ എന്തുവാ ചിന്തിക്കുന്നത്? നിങ്ങളുടെ സഹോദരങ്ങളല്ലേ യാക്കോബക്കാർ? അവരും മനുഷ്യരല്ലേ, ക്രിസ്ത്യാനികളല്ലേ? എന്ന് വേണ്ട, ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ? കാരണം നീ ഊടയോസം മാത്രമേ ഉള്ളോ സഭയിൽ, ഓർത്തഡോക്സ് സഭയിലെ വലിയവന്മാരെ? ചില പുരോഹിതന്മാരും മെത്രാന്മാരും മൗനം പാലിക്കുന്ന കാരണം അവർ വാ തുറന്നാൽ അവർക്ക് പിന്നെ ഓർത്തഡോക്സ് സഭയിൽ സ്ഥാനമില്ല. അതുകൊണ്ട് ഇതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇപ്പോഴും ഞാൻ ഏതാണ്ടെന്ന് പറഞ്ഞ് പള്ളിയിൽ ഓഫീസിനകത്തോട്ട് കയറി കസേര ഇരുന്നിട്ട് അവിടെ അച്ഛൻ്റെ മുന്നിൽ പ്രധാന സ്ഥാനം കിട്ടി. അത് നിങ്ങൾ ആസ്വദിക്കുകയും, അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ആ ദേവാലയത്തിൽ, പുത്തക്കാവി ദേവാലയത്തിൽ വരുന്നുണ്ടല്ല, ഏതെങ്കിലും ഒരു പരമദരിദ്രവാസി വിശ്വാസി ആ പരിസരം ഒന്ന് വീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ അവിടെ കിടക്കുന്നു, എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കുന്നുണ്ടോ? ഇല്ല. ഈവൻ ദേവാലയത്തിനകത്ത് ചോർച്ച വന്നതൊക്കെ ഈ കുളം പിടിക്കാത്ത വിശ്വാസികൾക്കൊരു പ്രശ്നവുമില്ല. എന്നോട് തന്തയ്ക്ക് പറക്കാത്തവൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞപ്പോൾ ആ ചോർച്ച ഇല്ലാത്തടത്തോട്ട് മാറി നിൽക്കാൻ അവരൊരു കമ്മിറ്റി മെമ്പറാണ്. ഇപ്പോൾ ചോർന്നുകൊണ്ടിരിക്കുക അവൻ്റേത്. നമ്മുടെയൊക്കെ അഹങ്കാരം കൊണ്ടാ ഇപ്പം അന്ത്യകാലം. ഈ അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിക്കുന്നു മക്കളെ? ഞാൻ ആർക്കും ദോഷം പറയില്ല. നമ്മുടെ വരുമാനം കുറയുന്നു. എവിടെ? നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുള്ള പേര് കിട്ടിയത് ഗൾഫിൽ നിന്ന് പണം വന്നപ്പോഴാ. ഇനി അതില്ലാതാകും. അപ്പോൾ നമ്മൾ പഠിക്കും. ഇത് ഞാൻ ആരെയും പറയുന്ന ഒന്നും പ്രത്യേകിച്ച് പേരെടുക്കുന്നില്ല. നിങ്ങളെല്ലാം നല്ല മനുഷ്യർ, വിശ്വാസികൾ. റാസ വരുമ്പോഴത്തേക്ക് അവിടെ മുഴുവൻ ചെറ്റുവാരി 2-3 തോരണം കെട്ടി, ബുത്തിക്കുറയും കെട്ടി. നിൻ്റെ ഹൃദയ ശുദ്ധമല്ലെങ്കിൽ നിൻ്റെ ഒടുക്കലത്തെ എന്ത് വെച്ച് കെട്ടിയാലും ഒന്നും നിനക്ക് കിട്ടത്തില്ല. ഇതൊന്നും അവിടെ സ്വീകരിക്കത്തില്ല. നിൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ് നിൻ്റെ സൃഷ്ടാവെന്ന് നീ മനസ്സിലാക്കൂ. നീയൊക്കെ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ ദൈവത്തെ വഞ്ചിക്കാമെന്ന് കണ്ട് ജീവിക്കുന്നു. ആയിക്കോട്ടെ.